പോത്താനി പാടശേഖരത്തിൽ നിന്നും കമ്മട്ടിത്തോട് വഴി എടതിരിഞ്ഞി കോൾ പാടശേഖരത്തിലേക്ക് വരുന്ന വെള്ളം കെട്ടിനിന്ന് ഞാറ് നട്ടാൽ 400 ഏക്കറോളം കൃഷി വെള്ളത്തിലായി. എടതിരിഞ്ഞി പ്രദേശത്തെ 256 ഏക്കർ വരുന്ന എടതിരിഞ്ഞി കോൾ പാടശേഖരവും കാറളം പഞ്ചായത്തിലെ മനവലശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഊർപ്പതി കോൾ കർഷക സംഘത്തിന് കീഴിലുള്ള 138 ഏക്കർ പാടശേഖരവുമാണ് 6 ദിവസമായി വെള്ളത്തിൽ മുങ്ങിയതെന്ന് എടതിരിഞ്ഞി കോൾ പാടശേഖര സമിതി പ്രസിഡന്റ് ധീരജ് മോഹൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട, കിഴുത്താണി, കാവുപുര, താണിശ്ശേരി, കൊരുമ്പുശ്ശേരി, കണ്ടേശ്വരം, കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്നിങ്ങനെ 5 ചതുരശ്ര കിലോമീറ്ററിൽ മഴ പെയ്തിറങ്ങുന്ന വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് പടിഞ്ഞാറ് പോത്താനി പാടശേഖരത്തിലാണ്. എടതിരിഞ്ഞി കോൾ പാടശേഖരത്തേക്കാൾ 5 അടിയോളം ഉയരത്തിൽ കല്ലന്തറ റോഡിന്റെ കിഴക്കുവശത്താണ് പോത്താനി പാടം സ്ഥിതി ചെയ്യുന്നത്. പോത്താനി പാടശേഖരത്തിലെത്തുന്ന വെള്ളമെല്ലാം തേമാലിത്തറ തോട് വഴി ചേലൂർ പള്ളിയുടെ കിഴക്ക് വശത്തുകൂടി ഷൺമുഖം കനാലിലേക്കാണ് വെള്ളം തുറന്നുവിടേണ്ടത്. എന്നാൽ അത് ചെയ്യാതെ കമ്മട്ടിത്തോട് വഴി കോൾ പാടശേഖരത്തിലേക്ക് തുറന്നുവിട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. പോത്താനി പാടത്ത് വെള്ളക്കെട്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെയും പോലീസിന്റെയും ആവശ്യപ്രകാരം കമ്മട്ടിത്തോടിലെ ഒരു ചീപ്പ് തുറന്നിരുന്നു. ഇതാണ് ഞാറ് നട്ടു കഴിഞ്ഞ് നിൽക്കുന്ന കോൾപ്പാടം പൂർണ്ണമായും വെള്ളത്തിലാവാൻ ഇടയാക്കിയത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന 165 കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ജില്ലാ കളക്ടർ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. പോത്താനി പാടശേഖരത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും മോട്ടോർ ഷെഡ്, 50 HP പമ്പ് എന്നിവ സ്ഥാപിച്ച് ഷൺമുഖം കനാൽ വഴി വെള്ളം തിരിച്ചുവിട്ടാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. എന്നാൽ ജില്ലാ പഞ്ചായത്ത് 50 HP പമ്പും മോട്ടോർ ഷെഡ് നിർമ്മിക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 15 ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും നടപ്പിലാക്കാൻ പാടശേഖര സമിതിക്കായില്ല. എത്രയും വേഗം പോത്താനി പാടശേഖരത്തിന് മോട്ടോറും മറ്റനുബന്ധ സൗകര്യങ്ങളും അനുവദിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാടശേഖര സമിതി ഭാരവാഹികളായ വിജയൻ TK, രാധാകൃഷ്ണൻ, ശിവകുമാർ, മുരളി മാരാത്ത്, ഹംസ PK എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ച മോട്ടറുള്ളൂ. ഇത് കൂടാതെ ഇത്തരം സ്ഥലത്ത് വെള്ളം മുഴുക്കനെ അടിച്ച് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൾനിലം മുങ്ങും. ഇത് ബന്ധപ്പെട്ട അധികൃതരെ കാലക്കൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ അവർ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേമാലിത്തോട് വഴി ഷൺമുഖം കനാലിലേക്ക് തോടുണ്ട്. ആ തോട് നന്നാക്കി തേമാലിത്തറയിൽ ഒരു മോട്ടർ സ്ഥാപിച്ച് അവിടെ വരുന്ന വെള്ളം അടിച്ച് തെക്കോട്ട് വിടണം. പടിയൂർ പാടത്തേക്ക് ഷൺമുഖം കനാലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് കനാലിൽ ചെന്ന് കയറും. അത് ചെയ്യാതെ വെള്ളം അവിടെ മഴ പെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വറ്റിച്ച് പമ്പിൽ നടത്തി കൃഷി ഇറക്കുന്ന പാടത്തിലേക്ക് തുറന്നു വിടാനുള്ള ജാഗ്രത കാണിക്കുന്നത്. അധികൃതരായാലും ശരി, ജനപ്രതിനിധികളായാലും ശരി, ആ വശത്തെ വെള്ളം ഇങ്ങോട്ട് തുറന്നു വിട്ട് ഞങ്ങൾ മുക്കണം. അപ്പം ഞങ്ങൾ ഏകദേശം 256 ഏക്കർ സ്ഥലത്തിൽ 250 പറഞ്ഞാലോ 250 ഏക്കറോളം മുങ്ങിക്കെടുക്കാം, പൂർണ്ണമായിട്ട് മുങ്ങിക്കെടുക്കാം. ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ വീണ്ടും ഞങ്ങളെ തുറന്ന് വിടാൻ അധികൃതർ ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ പാടശേഖരത്തേക്ക് തുറന്നു വിടാന്നുള്ളതാണ്. അതിനൊരു മാറ്റം വരുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണം.